ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ ബൃഹത് പദ്ധതി മുതിർന്ന പഠിതാക്കളിനി ബിരുദ പഠനത്തിലേക്ക്. സാക്ഷരതാ മിഷന്റെ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് വിജയിച്ച മുതിർന്ന പഠിതാക്കളിനി ബിരുദ പഠനത്തിലേക്ക്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി സംസ്ഥാന സാക്ഷരതാ മിഷനാണ് പ്രായമായ പഠിതാക്കളുടെ ബിരുദ പഠനത്തിനുള്ള സാധ്യത തുറന്നത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്താണ് സംസ്ഥാനത്ത് ആദ്യമായി സാക്ഷരതാ മിഷനുമായി ചേർന്ന് ബിരുദ പഠന പരിപാടി ഏറ്റെടുത്തത്. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ 613 പേർ പങ്കാളികളാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി നിർവഹിച്ചു. കർഷക സമരം ആദ്യം സംഘടിപ്പിച്ച കേരളം കണ്ട ഏറ്റവും വലിയ സമര പോരാളിയായിരുന്നു അയ്യന്നൂർ. അദ്ദേഹം പഞ്ചമി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കൈപിടിച്ചുകൊണ്ട് ഊരുകൂട്ടം സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ആ ഊരുകൂട്ടം സ്കൂളിലെ ബെഞ്ച് അന്നത്തെ വരേണ്യവർഗം പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുമ്പോൾ എന്തെല്ലാം ചെയ്താലും ഞങ്ങൾ പഠിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ബഹുമാനായിട്ടുള്ള അയ്യങ്കാളി. ഇന്നും അത് സ്മരണ ഉയർത്തുന്ന ഒരു സ്കൂളായിട്ട് തിരുവനന്തപുരത്തെ ആ സ്കൂൾ നിൽക്കുകയാണ്. അപ്പം ഈ മഹാരഥന്മാരെല്ലാം സ്വപ്നം കണ്ട ലോകത്തിലേക്കാണ് നമുക്ക് നടന്നു നീങ്ങുന്നത്. അവരെല്ലാം പറയുന്ന കാര്യങ്ങൾ ഓരോ സാമുദായിക സംഘടനയുടെ നേതാക്കന്മാർ അവരുടെ ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്ന ദിനങ്ങളിൽ മാത്രം ആലോചിക്കുകയല്ല വേണ്ടത്. അവരെ നമുക്ക് തന്ന സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വളരെ അഭിമാനത്തോടെ പറയാം, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് നമുക്ക് മുന്നേ നടന്നു പോയിട്ടുള്ള മഹാരഥന്മാർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് പിടിക്കുവാനായിട്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് 4 സംസ്ഥാന അവാർഡുകൾ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിനെ തേടിയെത്തി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ AG ഒലീന ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ KV രതീഷ് പദ്ധതി രൂപരേഖ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ് സ്വാഗതവും അസിസ്റ്റന്റ് കോർഡിനേറ്റർ S ലേഖ നന്ദിയും പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ തോന്നുന്നതെന്ന്. അപ്പോൾ പഠിക്കേണ്ട പ്രായത്തിൽ പല കാരണങ്ങളാൽ സൂചിയും നൂലും കോർക്കുകയായിരുന്നു. വീട്ടിൽ അന്നം ഉണ്ടാകാൻ സൂചിയും നൂലും കോർക്കുകയായിരുന്നു. അതിനിടയിൽ പഠനം മുടങ്ങിപ്പോയി. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അന്ന് മുടങ്ങിപ്പോയി. പക്ഷെ ഇപ്പോൾ ഞാൻ പഠിച്ചില്ലെങ്കിൽ ഞാൻ ചരിത്രത്തോടും കാലത്തോടും കാണിക്കുന്ന അനീതിയാണ്. അപ്പം നമ്മളിപ്പോൾ കാലത്തോടും ചരിത്രത്തോടും നീതി പുലർത്തുകയാണ് ചെയ്യുന്നത്. പാഠമില്ലെങ്കിൽ ഞങ്ങൾക്ക് പാടത്ത് വരില്ല എന്ന് പറഞ്ഞ ആളിൻ്റെ ഓർമ്മയാണ് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചത്. ഞങ്ങൾക്ക് പാഠങ്ങളില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പാഠങ്ങൾക്ക് പ്രശ്നമില്ല. പാഠങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് പാഠങ്ങൾ ഒരുക്കിത്തരാൻ സർക്കാരുകളുണ്ട്.